നമസ്കാരം ഫ്രണ്ട്സ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നും നിമിഷപ്രിയ ജയിൽ മോചിതയാകണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ ഇപ്പം ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ. അയാൾ പറയുന്നത് നിമിഷപ്രിയയ്ക്ക് തങ്ങളുടെ കുടുംബം ഒരിക്കലും മാപ്പ് നൽകില്ല എന്നുള്ളതാണ്. നിമിഷപ്രിയ ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ്. അതിനാൽ നിമിഷപ്രിയയ്ക്ക് ഒരിക്കലും മാപ്പ് നൽകാൻ തങ്ങളുടെ കുടുംബം തയ്യാറല്ല എന്നാണ് ഈ കൊല ചെയ്യപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ ഇപ്പം ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത്. ഈ കൊല ചെയ്യപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായിട്ട് മധ്യസ്ഥ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകൾക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പം ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വെച്ചാൽ, ആ കൊല ചെയ്യപ്പെട്ട യമൻ പൗരന്റെ സഹോദരനാണ് ഇപ്പം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം ഈ സഹോദരന് ഈ മധ്യസ്ഥ ചർച്ചകളിൽ എത്രമാത്രം സ്വാധീനമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ല. കേന്ദ്ര സർക്കാരിന്റെ ചില വൃത്തങ്ങൾ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ മധ്യസ്ഥ ചർച്ചകളിലൊന്നും ഈ സഹോദരൻ പങ്കെടുത്തിരുന്നില്ല എന്നൊക്കെയാണ്. എന്നാലും ആ ഒരു കുടുംബാംഗം എന്ന നിലയ്ക്ക് ഈ സഹോദരന്റെ വാക്കുകൾക്ക് പ്രാധാന്യം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം അങ്ങനെ വെറുതെ ഒരു കുടുംബാംഗം വന്ന് പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. എന്നിരുന്നാലും ആശങ്കയുടെ ഒരു നിഴല് വീണിരിക്കുകയാണ് ഈ ചർച്ചകൾക്ക് മുകളിൽ. കൊല ചെയ്യപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറ്റു ചില കാര്യങ്ങളും കൂടെ പരാമർശിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ മീഡിയാസ് ഈ വിഷയം കൈകാര്യം ചെയ്തത് ഒട്ടും ശരിയായ രീതിക്കല്ല എന്നാണ് അയാൾ പറയുന്നത്. അതായത് കൊല ചെയ്യപ്പെട്ട തലാല് ഈ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് അടക്കമുള്ള ഡോക്യുമെന്റ്സ് എടുത്തു മാറ്റി വെച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും നടന്ന കാര്യമല്ല എന്നൊക്കെയാണ് ഈ സഹോദരൻ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വാദിക്കുന്നത്. അപ്പം ഇന്ത്യൻ മീഡിയാസ് കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു, അത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല, തങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ മീഡിയാസിന്റെ എല്ലാ വാർത്തകളും ഇവർ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെ ആകാനാണ് സാധ്യത. അപ്പം ഇന്ത്യൻ മീഡിയാസ് ഇവിടെ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് മീഡിയാസിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിന് പ്രകോപനം ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പം കൂടുതൽ റിസ്ക് ആവുകയാണ് ഇവിടെ. കാരണം ഇവര് പറയുന്നത് ഇന്ത്യൻ മീഡിയാസ് കുപ്രചാരണമാണ് നടത്തിയത്, സംഭവിക്കാത്ത കാര്യം സംഭവിച്ചു എന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പൊ സഹോദരന്റെ പോസ്റ്റിലൂടെ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇവർക്ക് തീർച്ചയായിട്ടും പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവര് ഈ മധ്യസ്ഥ ചർച്ചകളുമായിട്ട് ഇനി എത്രമാത്രം സഹകരിക്കും എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു ആശങ്കയിലായിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ മീഡിയാസ് എല്ലാവരും കൂടി സഹായിക്കാനായിട്ട് പോയിട്ട് അവസാനം കൊലയ്ക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് തോന്നുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാ മീഡിയാസും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വാർത്ത തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ചില ചാനലുകളാണെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിലാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് വരെ പറഞ്ഞ ടീംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിന് പ്രകോപനം ഉണ്ടായിട്ടുണ്ടാവണം. കുറച്ചൊക്കെ ഒരു സംയമനത്തോടെ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. വളരെ ശ്രദ്ധയോടെയും സംയമനത്തോടെയും കൈകാര്യം ചെയ്തിരുന്ന ഒരു വിഷയം ഇപ്പൊ ഈ മീഡിയാസിന്റെ ഓവറായിട്ടുള്ള ഇടപെടൽ കൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ അവനവന് തോന്നുന്ന രീതിയിൽ പല മീഡിയാസും വാർത്തകൾ കൊടുത്തോണ്ടിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ലോകം മുഴുവൻ കാണുന്നതാണ് എന്നുള്ളൊരു വസ്തുത എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കിയില്ല? സോഷ്യൽ മീഡിയാസ് വഴി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ. അപ്പം വളരെ ശ്രദ്ധയോടെ വേണ്ട നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പ്രത്യേകിച്ച് ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇതിനൊരു റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒരു വധശിക്ഷ നീട്ടിവെച്ചത് മാത്രമേ ഉള്ളൂ, വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല. ഇതിനൊരു അന്തിമ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. പ്രോസസ്സിങ്ങിലുള്ള ഒരു കാര്യമാണ്. പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സങ്കീർണമായിട്ടുള്ളൊരു വിഷയത്തിൽ വാർത്തകൾ കൊടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ വേണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. ഇതിപ്പോ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? മീഡിയാസ് അവർക്ക് തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഇത് ലോകം മുഴുവൻ സ്പ്രെഡായി. ആ കുടുംബവും ഇതിനെപ്പറ്റി മനസ്സിലാക്കി. അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയത്തിൽ മീഡിയാസ് അവർക്ക് തോന്നുന്ന രീതിയിൽ പല രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്, രാവിലെ തൊട്ട് രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട്. ചില മീഡിയാസ് ഇതിന്റെ ഔട്ട്കമ്മിലേക്ക് വരെ എത്തി. ഈ ഒരു വിഷയത്തിൽ എന്താണ് റിസൾട്ട് വരാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വരെ അവരുടേതായിട്ടുള്ള നിഗമനത്തിൽ വരെ എത്തിച്ചേർന്നു ചില മാധ്യമങ്ങൾ. ഇതൊക്കെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവർ ചിന്തിച്ചില്ല? ഇതിപ്പം ആ ഒരു ഈ യമൻ പൗരന്റെ സഹോദരൻ ഇവരുടെ ഈ മീഡിയാസിന്റെ വാർത്തകളൊക്കെ കണ്ടു എന്നുള്ളത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് അയാളുടെ ആ ഒരു ഫേസ്ബുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു വിഷയം കൂടുതൽ സങ്കീർണമാകുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
ആ കൊല ചെയ്യപ്പെട്ട എം എൻ പവറിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടും എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യൻ സർക്കാരിന്റെ ആയിക്കോട്ടെ, അതേപോലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആയിക്കോട്ടെ, പിന്നെ കാന്തപുരം ഉസ്താദിന്റെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവര് ഉറപ്പിച്ചു പറയുന്നു മാപ്പ് നൽകാൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം. കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് വളരെയധികം നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. യമനിലൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ള, അല്ലെങ്കിൽ മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ ഒരുപാട് നല്ല ബന്ധങ്ങളുള്ള കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ഇനി കൂടുതൽ സജീവമായിട്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കുടുംബം ഇപ്പം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുന്നില്ല എന്ന രീതിയിലാണ് ആ എം എൻ പവറിന്റെ സഹോദരൻ ഇപ്പം ഫേസ്ബുക്ക് വഴി അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ കുടുംബമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്താൻ കാന്തപുരം ഉസ്താദിന്റെ ബന്ധങ്ങൾ വെച്ച് സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിന് ഇനി കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് അവിടുത്തെ മതപണ്ഡിതരുമായിട്ട് നല്ല ബന്ധങ്ങളുള്ളതുകൊണ്ട് അവര് മുഖേന ആ കുടുംബമായിട്ട് നേരിട്ട് അദ്ദേഹത്തിന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ ഒരു സമവായത്തിൽ എത്താൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. അത് ഈ നിമിഷപ്രിയയുടെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെയായിരിക്കും. ഒരു ആശ്വാസമായിരിക്കും അവർക്ക്.